അസ്സലാമു അലൈക്കും. നമ്മളിന്ന് നോക്കുന്നത് 4-ാം ക്ലാസ്സിലെ അഖ്ലാഖിൽ നിന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് എഴുതി കൊടുക്കുക. 1. സലാം പറയുമ്പോൾ സുന്നത്താണ്. എന്ത്? മുസാഫഹത്ത്. 2. മാതാവിൻ്റെ കാൽ കീഴിലാണ്. ബ്രാക്കറ്റിൽ കാണാം സ്വർഗം. 3. കിബിർ ഉള്ളവരെ എല്ലാവരും വെറുക്കും. ബ്രാക്കറ്റിലുണ്ട്. 4. വിനയം ഉള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും. 5. അനാവശ്യമായി ധനം ചെലവഴിക്കലാണ് ധൂർത്ത്. ബ്രാക്കറ്റിലുണ്ട്. 6. സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 1. ലഹരി മനുഷ്യനെ ഡാഷ്. ലഹരി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു. 2. തൻ്റെ സഹോദരൻ അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് ഹസദ്. ചിലപ്പോൾ ഹസദിൻ്റെ അർത്ഥം ചോദിക്കും. അസൂയ എന്നാണ്. പ്രവർത്തനം 3. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. 1. കുടുംബ ബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ കടക്കുകയില്ല. ശരിയാണ്. 2. സദസ്സിലുള്ളവർ വരുന്നവർക്ക് സലാം പറയണം. തെറ്റാണ്. വരുന്നവർ സദസ്സിലുള്ളവരോടാണ് സലാം പറയേണ്ടത്. 3. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ്. ആ പ്രസ്താവന ശരിയാണ്. 4. സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കൽ സത്യവിശ്വാസിയുടെ കടമയാണ്. അതും ശരിയാണ്. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം. ചോദ്യം 1. വിനാശകരമായ 7 വൻദോഷങ്ങൾ. അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. നമുക്ക് മുഴുവനായും പറയാം. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക. 2. സിഹർ ചെയ്യുക. 3. അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക. 4. പലിശ തിന്നുക. 5. അനാഥകളുടെ ധനം ഭക്ഷിക്കുക. 6. ഘോരസമരത്തിൽ നിന്ന് പിന്നോട്ട് ഓടുക. 7. സജ്ജനങ്ങളായ സത്യവിശ്വാസിനികളെ വ്യഭിചാരാരോപണം നടത്തുക. ചോദ്യം 2. സത്യവിശ്വാസികൾ തമ്മിലുള്ള പ്രധാന കടമകൾ. 6 കടമകളുണ്ട്. 1. കാണുമ്പോൾ സലാം പറയൽ. 2. ക്ഷണം സ്വീകരിക്കൽ. 3. സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ. 4. തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് എന്ന് പറയൽ. 5. രോഗിയായാൽ ചെന്ന് കാണൽ. 6. ജനാസയെ അനുഗമിക്കൽ. ചോദ്യം 3. കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. 1. ഭക്ഷണത്തിൽ വിശാലത. 2. ദീർഘായുസ്സ്. 3. സ്നേഹം വർദ്ധിക്കൽ. 4. ധനം വർദ്ധിക്കൽ. ഇനി 4. അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. 1. വലിയവനാണെന്ന് നടിച്ചു ഗമയിൽ നടക്കുക. 2. മറ്റുള്ളവരെ നിസാരമായി കാണുക. 3. ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക. 4. പൊങ്ങച്ചം പറയുക. ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. സലാം മടക്കുന്നതിൻ്റെ വിധി എന്ത്? സലാം പറയൽ സുന്നത്താണ്. മടക്കുന്നതിൻ്റെ വിധി നിർബന്ധം. ചോദ്യം 2. പരലോക വിശ്വാസത്തിൻ്റെ അടയാളമാണ് എന്ത്? ഉത്തരം അയൽവാസിക്ക് ഗുണം ചെയ്യൽ. അത് പരലോക വിശ്വാസത്തിൻ്റെ അടയാളമാണ്. 3. പിശാചിൻ്റെ മിത്രങ്ങൾ ആര്? ഉത്തരം ധൂർത്തടിക്കുന്നവർ. 4.
ഖാറൂൻ ആരുടെ സമുദായത്തിൽ പെട്ടവരാണ്? ഉത്തരം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിൽപ്പെട്ട ആളാണ്. 5. കുടുംബക്കാരെ സന്ദർശിക്കാൻ സാധിക്കാത്തവർ ബന്ധം സ്ഥാപിക്കണം എങ്ങനെയെല്ലാം? അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പല ചോദ്യപേപ്പറിലും ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ തന്നെ പഠിക്കുക. ഉത്തരം കത്തയച്ചും വിവരം പറഞ്ഞയച്ചും ഫോൺ വഴിയും ബന്ധം സ്ഥാപിക്കണം. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ചോദ്യം 1. കുടുംബക്കാർ. ആരാണ് കുടുംബക്കാർ? ഉത്തരം നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 5-ാം പാഠത്തിൽ കാണാം, 2ാമത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് വരി ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ്. അതിൻ്റെ അർത്ഥം പഠിക്കുക. 2. ഹസദ്. എന്താണ് ഹസദ്? അസൂയ എന്ന് പറഞ്ഞാൽ? ഉത്തരം തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് ഹസദ്. ചോദ്യം 3. തീനത്തുൽ ഖബാൽ. എന്താണ് തീനത്തുൽ ഖബാൽ? ഉത്തരം നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ. ആരെയാണ് കുടിപ്പിക്കുക എന്നൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ മദ്യപാനിയുടെ ഇഹലോക ശിക്ഷ എന്താണെന്ന് പഠിക്കുക. ഇനി അടുത്ത പ്രവർത്തനം സാരം എഴുതാം. 1. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. അതിൻ്റെ അർത്ഥം അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അതിഥിയെ സൽക്കരിക്കട്ടെ. 2. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. അതിൻ്റെ അർത്ഥം പഠിക്കണം. തീർച്ചയായും ദുർവിനിയോഗികൾ പിശാചിൻ്റെ സഹോദരങ്ങളാണ്. ഇനി അവസാനത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം. ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് വാക്കുകൾ കൊടുത്തിട്ടുള്ളത്, അത് ഓർഡറിലാക്കാം. ഇയ്യാക്കും വൽ ഹസദ ഫ ഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറു അൽ ഹതബ. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. നിങ്ങൾ അസൂയ വെക്കാതിരിക്കുക, കാരണം അത് നമ്മുടെ നന്മകളെ തിന്നുകളയും, തീ വിറകിനെ തിന്നും പോലെ. അപ്പോൾ ഇതോടുകൂടെ 4-ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.